നമസ്കാരം, ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇടപഴകേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാർ. ആ സ്വഭാവ സവിശേഷത വളരെ കൂടിയ അളവിലായി പോകുമ്പോൾ ഇവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാവുന്ന ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു മാനസികാരോഗ്യ വ്യക്തിത്വ രോഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട് ഇടപഴകുക, അവരായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ നാർസിസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നാർസിസ്റ്റുകൾ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അൺലവബിൾ അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യേണ്ട ഒരു വർഗ്ഗം ആൾക്കാരല്ല. നാർസിസ്റ്റുകൾ അങ്ങനെ ആയിത്തീരാനായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷേ അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ ആ നാർസിസ്റ്റിക് അബ്യൂസ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ധാർമ്മിക കടമയും ഒരാൾക്കുമില്ല. സോ നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യേണ്ടതാണ്. എനിക്ക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് സഹിക്കാൻ സാധിക്കുമോ? ഇതിലെങ്ങനെ എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും? ഞാൻ മാറ്റം വരുത്താൻ സാധിച്ചിട്ടും എൻ്റെ പാർട്ട്ണർ അത് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ? അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. അവ ബന്ധം തുടരുന്നെങ്കിൽ എങ്ങനെ തുടരണം, എത്രത്തോളം ബൗണ്ടറി സെറ്റ് ചെയ്യണം, ഇനി തുടരേണ്ടെങ്കിൽ എങ്ങനെ അവസാനിപ്പിക്കണം, അദ്ദേഹത്തിന് നിങ്ങൾ അവസാനിപ്പിച്ച ശേഷവും എങ്ങനെ സഹായം മുന്നോട്ട് നൽകണമെന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് അനുകമ്പയോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ കഴിവുള്ള ഒരാളാണ്. സോ നിങ്ങൾ മെച്യൂറായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ഒരാൾ, അദ്ദേഹവും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നത്. അതിനെ ഗൗനിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് നൽകാവുന്ന രീതിയിൽ വേണം ബന്ധങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി നാർസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റിക് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റികളുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ തന്നെ നാർസിസ്റ്റിക് ടൈപ്പിൽ തന്നെ രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റിക് ടൈപ്പുകളുണ്ട്. ഇവ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തും ഇടപഴകേണ്ടതും അവരെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള രീതികൾ വ്യത്യാസമാണ്. കാരണം രണ്ടുപേരുടെയും ലോകവീക്ഷണവും അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ കോൺഫ്ലിക്റ്റുകളും അതിനെ മാനേജ് ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഫ്ലെക്സിബിളായിട്ടായിരിക്കണം ഓരോരുത്തരുടെ അടുത്തും പെരുമാറേണ്ടതായിട്ടുള്ളത്. അല്ലാതെ ഒരു ഗുളിക എല്ലാ രോഗത്തിനും എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറരുത്. അത് ഒരിക്കലും ഹെൽത്തിയർ ആയിരിക്കില്ല. സോ എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പല മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം എന്ന് പറയുന്നത് നമ്മളുടെ നോൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ചാണ്. സോ ഫ്ലെക്സിബിൾ അപ്രോച്ച് ഈസ് വെരി നെസസറി. സോ അധികം നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റുകളാണുള്ളത്. ഒന്നാമത്തെയാണ് വൾണറബിൾ നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എളുപ്പത്തിൽ പരിക്കേൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ പ്രശ്നത്തിലായി പോകാൻ സാധ്യതയുള്ള നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകളുടെ ഇന്നർ കോർ എന്ന് പറയുന്നത് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലെ ഉൾക്കാഠിന്യം അല്ലെങ്കിൽ ശക്തിയോട് കൂടിയിട്ടുള്ള മനസ്സ് അതൊക്കെ വളരെ വീക്കായിട്ടുള്ളതായിരിക്കും. അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കില്ല. അതായത് ഇന്നർ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കത്തില്ല. അവർ കാണിക്കുന്ന ഈ സെൽഫ് സെൻറ്റേർഡ്നെസ് അതുപോലെ തന്നെ സെൽഫ് അബ്സോർപ്ഷനൊക്കെ ഒരു തരത്തിലുള്ള മാസ്കാണ്. വളരെ വീക്കായിട്ടുള്ള, എളുപ്പത്തിൽ വേദന അർപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വേദനയിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ഇവരുടെ മനസ്സിനെ അതിനെ ഒന്ന് രക്ഷിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന ഒരു കാട്ടായങ്ങളാണ് അല്ലെങ്കിൽ രീതികളാണ് അവർ കാണിക്കുന്ന ഈ സെൽഫ് സെൻറ്റേർഡ്നെസ്സും സെൽഫ് അബ്സോർപ്ഷനും എന്ന് പറയുന്ന ഈ മാസ്ക് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളിലെങ്കിൽ അവർ എളുപ്പത്തിൽ വേദനിച്ച് പോകാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകൾ ഇമോഷണലി അൺസ്റ്റേബിളാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരായിട്ട് എഗ്രി ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് പേടിയാണ്, മറ്റൊരാളായിട്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ അസ്തിത്വത്തിന് പ്രശ്നമാവില്ലേ, ഞാൻ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഈ ഗംഭീര ഭാവത്തിനൊക്കെ എതിരാവത്തില്ലേ. അതുകൊണ്ട് അവർ മറ്റൊരാളായിട്ട് എഗ്രി ചെയ്യാനായിട്ടുള്ള അവരായിട്ട് സമ്മതിച്ച് കൂട്ടിച്ചേർന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് കൂടാതെ സൈക്കോപതിയും മഷിവലിനെസവും അതായത് മാനിപ്പുലേറ്റീവ് ബിഹേവിയറുകളൊക്കെ ഇവരിൽ കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ ഡാർക്ക് ട്രേറ്റ്സുകൾ, ഉദാഹരണത്തിന് ഇവർക്ക് മാനിപ്പുലേറ്റീവ് ബിഹേവിയറുകൾ അതുപോലെ തന്നെ സൈക്കോപതിയൊക്കെ ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകളുടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അടുത്ത തരത്തിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നാർസിസ്റ്റാണ് ഗ്രാൻഡിയോസ് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രാൻഡിയോസ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ഭാവമുള്ള അല്ലെങ്കിൽ വളരെ പ്രൗഢിയൊക്കെയുള്ള താൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള നാർസിസ്റ്റുകൾ.
പലപ്പോഴും ഇവരിങ്ങനെ വിചാരിക്കുന്നതിനനുസരിച്ച് തന്നെ ഇവർ പലപ്പോഴും വലിയ സംഭവങ്ങൾ എന്ന രീതിയിൽ വലിയ പൊസിഷനിലും വലിയ സ്ഥാനങ്ങളിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ പഠിച്ച് നല്ല സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓൺ ഗ്രേറ്റ്നെസ് ആണ്, അവരുടെ തന്നെ വളർച്ചയാണ്. അതിനായിട്ടുള്ള സെൽഫ് സെൻറ്റേഡ്നെസ്സും അതിനായിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗ്രാൻഡിയോസ് നാർസിസ്റ്റുകളിൽ കാണാനായിട്ട് സാധിക്കാം. കമ്പാരിറ്റീവ്ലി ഇവരുടെ ഇന്നർ കോർ എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രെങ്തനായിരിക്കും. അതുപോലെ തന്നെ നല്ല ഉള്ളിൽ നല്ല ബലവും പറയുന്ന കാര്യങ്ങൾക്ക് നല്ല അസേർട്ടീവ്നെസ്സും എളുപ്പത്തിൽ ഇവരിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള രീതിയിലായിരിക്കും ഇവരുടെ മനസ്സെന്ന് പറയുന്നത്. ഇവരിലും മഷവലിനിസവും അതായത് കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ്നെസ് ആണ് മഷലിനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈക്കോപ്പതി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്കുണ്ടാവുന്ന വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ വേദനയോ തോന്നാത്ത തരത്തിലുള്ള ഒരു മനോഭാവം, സൈക്കോപ്പതി, ലാക്ക് ഓഫ് റിമോഴ്സ് എന്നൊക്കെ പറയില്ലേ, അത് ഇവരിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റൊരാളായിട്ട് അനുദപിക്കാനോ അവർക്ക് വേണ്ടി നിലകൊള്ളാനോ അവരെ സഹായിക്കാനോ ആയിട്ടുള്ള മനോഭാവം കുറവായി കാണുന്നത് ഒരിക്കലും ഒരു കൂടെ നടക്കുന്ന ഒരാൾക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള കാര്യമല്ല. കൂടാതെ ഇവരിൽ കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റാണ് ആൻറ്റഗോണിസം, അതായത് ഒപ്പോസിങ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹോസ്റ്റിലിറ്റി, ഒരു വിദ്വേഷ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം കൂടുതലായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു മനോഭാവമുള്ള ആൾക്കാരുടെ അടുത്ത് മുന്നോട്ട് പോകാനോ കൂടെ ജീവിക്കാനോ എളുപ്പമായിരിക്കില്ല. കാരണം എപ്പോഴും വഴക്കും തല്ലും അതുപോലെ തന്നെ നീരസങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. സോ ആൻറ്റഗോണിസം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രേറ്റാണ് ഇവരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒപ്പോസിഷൻ ബിഹേവിയർ ഉള്ള കാരണം പലപ്പോഴും നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് എതിരായിട്ട് അതിന് വിഘടനമായിട്ട് ഇവർ പലപ്പോഴും വന്ന് നിൽക്കാറുണ്ട്. ഇനി ഇവരിൽ ഈ മഷിവലിനിസം നാർസിസം ഉള്ള കാരണം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തന്നെ ആ പൊസിഷനും അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റിയും മറ്റുള്ളവരുടെ മുകളിലേക്ക് ആക്കി കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവരുടെ മുകളിലോട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് അവരുടെ ഒപ്പീനിയനുകളും അവരുടെ ആശയങ്ങളൊക്കെ അടിച്ചു താഴ്ത്തി നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും കൂടുതൽ ശ്രമിക്കേണ്ടായിരിക്കുക. ഇനി വൾണറബിൾ നാർസിസ്റ്റ് അഥവാ കൊവേർട്ട് നാർസിസ്റ്റായിട്ട് നമ്മൾ ഗ്രാൻഡിയോസ് നാർസിസ്റ്റുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡിയോസ് നാർസിസ്റ്റുകൾ കൂടുതൽ ഹാപ്പിയറും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ലൈഫ്, അതുപോലെ തന്നെ കൂടുതൽ എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും. കൂടുതൽ മറ്റാൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുകയും കമ്പനികളിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. അതേസമയം നമ്മളുടെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ടൈപ്പായിട്ടുള്ള വൾണറബിൾ നാർസിസ്റ്റുകൾക്ക് അവർ ഇൻട്രോവേർട്ടഡ് നേച്ചർ, അന്തർമുഖ നേച്ചറുള്ളവരായിരിക്കും കൂടുതൽ. ഇനി നാർസിസ്റ്റുകളെയും സൈക്കോപാത്ത്, അതായത് സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് അവർ റിമോഴ്സോ കുറ്റബോധമോ അല്ലെങ്കിൽ എമ്പത്തിയൊന്നും തോന്നാത്ത ടൈപ്പാണ് സൈക്കോപാത്ത് എന്ന് പറയുന്നത്. നാർസിസ്റ്റിക് മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ സൈക്കോപാത്തുകൾക്ക് പോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും സന്തോഷമോ മറ്റൊന്നും ഫീൽ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം തന്നെ നാർസിസ്റ്റിക് ബിഹേവിയറുള്ള ആൾക്കാർക്ക് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഫീൽ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഇനി നാർസിസ്റ്റുകളെ കുറിച്ചുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവയായിരുന്നു. ഈ രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റുകളെയും മാനേജ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ രണ്ട് നാർസിസ്റ്റുകളെയും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഈ രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നാർസിസത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആവശ്യമാണെങ്കിൽ, അങ്ങനത്തെ കൺസെപ്റ്റുകൾ അറിയണമെങ്കിൽ അവയുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അവയെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഒറ്റവരിലോട്ടും അതുപോലെ തന്നെ കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസുകളും അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആൾക്കാർ വലിയ സംഭവങ്ങളാണ്, അവർ പിന്നാലെ പോയി കുറേ നാളുകൾക്ക് ശേഷം വഞ്ചിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഒരു വിമുക്തി പ്രദാനം ചെയ്യാനായിട്ട് അവരെ അവബോധിപ്പിക്കേണ്ടത്, അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലാണ് നല്ലൊരു നല്ല ഒരു സൗഹൃദത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നാളെ നമുക്ക് പ്രത്യാശിക്കാനായിട്ട് സാധിക്കാം. സോ അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും അതുപോലെ തന്നെ ഉറ്റവരിലോട്ടൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ നാർസിസം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള മറ്റ് വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ വേറെ ടോപ്പിക്കുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.